ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ ചുമ്മാ ഇരുന്ന ദിവസം ഒരു 100 കിലോമീറ്റർ അങ്ങ് അടിച്ചേക്കണം വിചാരിച്ചു. അത് ചിലപ്പോൾ 150 ആവും, ചിലപ്പോൾ 200 ആവും. എന്താണേലും നമ്മുടെ മൂന്നാർ റൂട്ടങ്ങ് പോയേക്കെന്ന് വിചാരിച്ചു. അപ്പം ഓക്കെ, കാണാം. സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ സ്ട്രാവ ആപ്പ്, റൈഡീസിൻ്റെ മെയിനായിട്ടോ, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാരുടെ മതിലാണെന്ന് അറിയില്ല, പക്ഷേ നല്ല യാത്ര ആശംസിക്കുന്നു. അത് കൊള്ളാം കേട്ടോ. സംഭവം ഇത് മൂന്നാർ റൂട്ടാണേ. ഗോതമംഗലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ കേട്ടോ, അവരുടെ മതിലായിരുന്നു. എന്തായാലും കൊള്ളാം, കാണുമ്പോൾ ഒരു സന്തോഷം. ദൂരെ മലനിരകൾ കണ്ടു തുടങ്ങി. അടിപൊളി. ഇവിടെ നിന്ന് ഈ വലത്തേക്ക് കാണുന്ന വഴിയായിരുന്നു നമ്മുടെ അലുവീനക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോണത്. പക്ഷെ അതിപ്പോൾ ഫോറസ്റ്റുകാർ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് എൻട്രി പ്രൊഹിബിറ്റ് ചെയ്തേക്കുവാണ്. അതായത് പോവുകയാണെങ്കിൽ നമുക്ക് 5000 രൂപ പിഴയും പിന്നെ എന്തൊക്കെയോ ശിക്ഷകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. ക്ലൈംബ് തുടങ്ങി മോനെ. ശരിക്കും ഈ ഒരു ക്ലൈമ്പിന് വേണ്ടിയിട്ടാണോ നമ്മൾ മൂന്നാർ പോണേ. അപ്പോൾ അടിപൊളി. ഇതൊക്കെ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത്, അതായത് വെയിലൊക്കെ കൂടുതലുള്ള ടൈമിൽ ഈ തീ കയറി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഫോറസ്റ്റുകാർ തന്നെ കത്തിച്ചിടുവേ. അതാണ് സംഭവം. മരങ്ങളുടെ ഇടയിലൂടെ മല കാണാമോ? നൈസല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നേരിമംഗലം പാലം. എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ. അതായത് മൂന്നാറിലേക്കുള്ളൊരു ഗേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മൂന്നാറിൻ്റെ കവാടം എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഈ ഒരു റൂട്ട് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും എടുക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഇനി ക്ലൈംബിലേക്ക്. ഇങ്ങനെ നമ്മുടെ നേരിമംഗലം പാലം കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്നാണ് ശരിക്കും മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാർ റൂട്ടിലെ ആദ്യത്തെ ഹെയർ പിൻ വിള കേട്ടോ. ഒരു പുള്ളി അവിടെ ചാടി കളിക്കുന്നു. ആ അപ്പോൾ ഇതാട്ടോ നമ്മുടെ നേരിമംഗലം അവിടെ നിന്ന് വന്ന വഴിയേ. ഈ വഴി ഇങ്ങനെ നമ്മൾ മൂന്നാർ പോകും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹെയർപിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. അതായത് ഈ ഒരു ഹൈ റേഞ്ച് റോഡ് കൺസ്ട്രക്ട് ചെയ്ത് 1103 അത് തുറന്നു കൊടുത്തത് സേതു ലക്ഷ്മി ബായി എന്നൊക്കെ പറഞ്ഞിട്ട് 1106 തുലാവർഷം കേട്ടോ. സൂര്യനെ കാണത്തില്ലല്ലേ. പക്ഷേ നൈസ് വ്യൂ കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഒരു കയറ്റിങ് കയറി വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ലോപ്പ് കിട്ടുമ്പോൾ എന്താ സുഖം. ഗോ സ്ലോ എന്നൊരു ബോർഡ്. ഇറക്കം. ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ട് മഞ്ഞിൻ്റെ.
മറിഞ്ഞ് വീണതല്ല ഗൈസ്, മറിച്ചിട്ടതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലൈംബ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഹാർഡായിട്ടായിരിക്കും പെഡൽ ചവിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഗിയർ അപ്പ് ചെയ്യുകയോ ഡൗൺ ചെയ്യുകയോ ചെയ്യരുത്. ഈ ഒരു ക്ലൈമ്പിങ് കയറി വന്നപ്പോഴത്തേനും ഞാൻ ഒന്ന് ഗിയർ മാറ്റിയത്, അപ്പം ചെയിൻ ഇറങ്ങിപ്പോയി. അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടതാണ്. അതിൽ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. കാര്യം പറഞ്ഞ് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ കാലിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇറങ്ങുന്നില്ല. അതുപോലെ നമ്മുടെ മൂന്നാർ റൂട്ടിൽ എല്ലാവരും ഓർത്ത് വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് ഈ പാറ പൊട്ടിച്ച് അതിൻ്റെ നടുക്കൂടെ ഉള്ളൊരു വഴി. നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ സൈക്കിൾ റൈഡിൻ്റെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞ ഇതാണ്, നമുക്ക് തോന്നിടത്ത് നിർത്തി എല്ലാം ആസ്വദിച്ചു പോകും. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു മൂന്നാർ. ഇവിടെ ഇങ്ങനെ സ്ഥലം കണ്ട് നിർത്തിയ കേട്ടോ, നല്ല രസമില്ലേ. പക്ഷെ നേരെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേനും വേസ്റ്റ് കിടക്കണുണ്ടോ. അതായത് ഇവിടെ ഇത്ര ഒരു ഗ്യാപ്പുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർ വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളും അതുപോലെ കുപ്പികളൊക്കെ. അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തിൻ്റെ ഭംഗി കളയാൻ എന്താ ആ കിടക്കുന്ന ഒറ്റ വേസ്റ്റ് മതി. ഇതാണ് നമ്മുടെ ചീയപ്പാറ. ആക്ച്വലി ഇത് ചീയപ്പാറ വാട്ടർഫാൾസ് ആട്ടോ. ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ലാത്തതുകൊണ്ട് ഇത് വെറും ചീയപ്പാറ. ഇത് ഇഷ്ടംപോലെ കുരങ്ങന്മാരെയൊക്കെ കണ്ടോ, ഇതോ അവിടെയൊക്കെ കയറിയിരിക്കുന്നു. പേസ്റ്റ്. ഇവിടുന്ന് നേരെ മൂന്നാർക്ക്. 3 കുട്ടിക്കുരങ്ങന്മാരെ കണ്ടോ. ഹലോ ഹലോ. അങ്ങനെ നമ്മുടെ വളരെ വെള്ളച്ചാട്ടം എത്തി കേട്ടോ. ഇവിടെ വെള്ളം ചാടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പോകാൻ പറ്റുമെന്നറിയില്ല. ഒരു 6-7 വർഷം മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ നിന്നൊരു ആദിവാസി പയ്യനുണ്ടായിരുന്നു. പുള്ളിനെ അവനെ കൂട്ടിയിട്ട് അവൻ്റെ വീടിൻ്റെ ഒക്കെ എല്ലാം കറങ്ങി ആ വെള്ളത്തിന് മുകളിൽ അവിടെയൊക്കെ ക്രോസ് ചെയ്ത് ആ വഴിയെ വന്നിട്ട് അതിൻ്റെ മുകളിലെത്തിയായിരുന്നു. ഇപ്പം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ, റെസ്ട്രിക്റ്റഡ് ആണോ എന്ന് അറിയില്ല. ഈ പുള്ളിന് ഓർമ്മയുണ്ടോ? ഐ എം ഷുവർ നോ കഞ്ഞി. ജസ്റ്റ് ഒരു കടയിൽ നിർത്തി കേട്ടോ. അപ്പോൾ കണ്ടൊരു പെയിൻറ്റിങ്ങാണ്, നൈസായിട്ടില്ലേ. ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ ടീ. പക്ഷേ ഇപ്പോൾ ചായ അല്ല, നമ്മളൊരു ജ്യൂസാണ് പറഞ്ഞേക്കണം. സോറി. ഇതിൻ്റെ ബാക്കിലായിട്ട് വെള്ളം പോണത് കാണത്തില്ലേ, ഈ വെള്ളം കേട്ടോ വളരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെയൊക്കെ ഉണ്ട്, വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്നത്. ജസ്റ്റ് ഒരു പൈനാപ്പിൾ ജ്യൂസ് കേട്ടോ, ഫ്രഷ്. അപ്പോൾ കൂമ്പൻപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും ആ കാണുന്നൊരു ടൗണില്ലേ, അതാണ് അടിമാലി. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പാറ കാണുന്നില്ലേ, അതാണ് പെട്ടിമുടി. അപ്പം അങ്ങോട്ട് ഞാൻ ഒരു ഹൈക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പറേ കാണുന്ന ഒരു പാറയാണ് കൂമ്പൻപാറ എന്ന് പറയുന്നത്. ഈ പാറയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്, കൂമ്പൻപാറ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതൊരു 3 പാറയായിട്ടാണ്. അത് ഇവിടെ നോക്കിയാൽ കാണത്തില്ല. ഇത് നമ്മുടെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ കുരിശുപള്ളി കേട്ടോ.
ഇവിടെ ഇച്ചിരി തണലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു. ഇപ്പോൾ വീണ്ടും മൂന്നാർ റൂട്ട്. അപ്പോൾ കാര്യം പറയാൻ നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ. ആക്ച്വലി പൊറോട്ട നമ്മളങ്ങനെ അധികം കഴിക്കാത്ത ഫുഡാണെങ്കിലും ഇതുപോലെ സൈക്ലിങ്ങിൻ്റെ ഇടയ്ക്ക് പൊറോട്ടയും ബീഫ് കറിയൊക്കെയാണ് ബെസ്റ്റ്. നമ്മളൊരു ചായപ്രേമി ആയതുകൊണ്ട് ഒരു ചായ തീർന്ന് അടുത്ത ചായ പറഞ്ഞു.